അപ്പോൾ എല്ലാവർക്കും നമ്മളെ തിരുവോണദിന ആശംസകൾ. അപ്പോൾ നമ്മളെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഓണക്കോടിയെ കൊടുത്തിട്ട് പിന്നെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തേക്ക് ഇതാ അനിയേട്ടനും അതിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓളെ വീട്ടിൽ പോവുകയാണ്. ഞാൻ ക്യാമറമാനോ അല്ലെങ്കിൽ ആരോ വർത്താനം പറയില്ല. പറഞ്ഞോളെ. ബായ്ക്കുട്ടി ഉണ്ട്. ബായ്ക്കുട്ടി ഹായ് കൊടുക്ക്. അപ്പോൾ ഭാവിനൊക്കെ എല്ലാവരും കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഇതാട്ടോ ഒരു ഒഴിവില്ല, ബിസിയാണ്. പിന്നെ ഇതാ ആതിര നമ്മുടെ ബ്യൂട്ടീഷ്യൻ. നാളെയൊക്കെ വല്ലപ്പോഴും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അനിയേട്ടന് കേട്ടോ. അപ്പോൾ വല്യച്ഛൻ്റെ ഇവിടുത്തെ അച്ഛൻ്റെ ഏട്ടൻ വല്യച്ഛൻ അറിയാത്ത കുറേ ആൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ വല്യച്ഛൻ്റെ മോനാണ്, മരുമോളാണ് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളെ സദ്യയൊക്കെ കാണാം അല്ലേ. പാടൊക്കെ ചെയ്യും, ക്യാമറക്ക് മുന്നിലില്ല. കണ്ണാടൊക്കെ എല്ലാരും ആദരക്ക് കൊടുക്ക്, എല്ലാരും കൊടുക്ക്. അമ്മ ഓണത്തിന്റെ വിശേഷം പറഞ്ഞു. ഓണത്തിനൊക്കെ സദ്യകളൊക്കെ ഒരുങ്ങുന്നുണ്ട്. പിന്നെ മാവേലി പാട്ടൊക്കെ ഉണ്ട്, പാടിയെന്ന് ഇപ്പൊ അതിനൊന്നും പൈസ. മാവേലി പാട്ടൊക്കെ നമ്മള് അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങിയ സമയത്ത് തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. കുറി അതൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ ഓണക്കോടികൾ കണ്ടോ. തിരുവനന്തപുരത്ത് അയച്ചെന്ന കൽച്ചേച്ചിയും നമ്മളെ രാജശേഖരേട്ടനും കൂടി അയച്ചിട്ടുള്ള ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. അമ്മേൻ്റെത്, എൻ്റെത്, ദാപ്പൂസിൻ്റെത്. പിന്നെ ഇതേ സെയിം ഡ്രസ്സാണ് സന്തോഷേട്ടന് ഉണ്ട്. പിന്നെ ബായ്ക്കുട്ടി ഇതാ സ്പെഷ്യൽ. ഒരെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഭക്ഷണമൊക്കെ കാണണ്ടേ. പായസം നേരെ വന്ന പായസം പായസം കുടിച്ച് നേരമായിട്ട് വന്നിട്ട് പോവാൻ നേരം കഴിക്കുന്നവർക്ക് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പായസം രസമല്ലേ കാണാനൊക്കെ. കുടിക്കാൻ രസമുണ്ടോന്ന് അറിയില്ല, കുടിച്ചില്ല. ചെറുപയർ പരിപ്പും പിന്നെ ഉണങ്ങല്ലരി ഇല്ലേ അത് വെച്ചുള്ള പായസമാണ്. തേങ്ങാപ്പാൽ വെച്ച പായസം കേട്ടോ. ഓർക്ക് എല്ലാവരും അത്യാവശ്യം ഒക്കെ പാടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതാ ഇതിപ്പോ ഞാൻ കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. നമ്മൾക്കുള്ളതാണിത്. പിന്നെ അതാ നാരങ്ങ അച്ചാറ്, ഇത് കൈപ്പങ്ങ പയറ്, നിങ്ങൾ അച്ചിങ്ങന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്തേക്ക് ആ സാധനം. പിന്നെ ഇത് എന്താണ് കൂട്ടുകറി. പിന്നെതാ ഓലൻ മത്തനും മമ്പരും കൂടി വെക്കണേ. പിന്നെ ഇത് മസാലക്കറിയാണ്. ഇനി പഠിത്തതാ സാമ്പാർ. ചെറിയ പാത്രം ഭാവി ഒരു പാട്ട് പാട്ട് ചെലപ്പോ പാട് ഭാവി തിന്ന. അപ്പൊ ആദ്യം നമ്മളെ ശർക്കര വറുത്തതും പിന്നെ ചിപ്സ്, കായ ചിപ്സ് ഇല്ലേ ആദ്യം ചോറ് ലാസ്റ്റ് ഞാൻ 10 ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സദ്യ ഉണ്ടാക്കുന്നത്. അപ്പൊ കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. ഇതില് പുളിയഞ്ചി കളഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് അപ്പതാ അടുത്തത് നാരങ്ങ അച്ചാറുണ്ട്. എല്ലാം കാണിച്ചു കൊടുത്താൽ പിന്നെ ഈ ഓലനാണിത്, മത്തനും മമ്പയറും കൂടി ഇങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ സാധനം കൂട്ടുകറിയാണ്, ചേനയും കായും കൂടിയും വെച്ചിട്ടുള്ള കൂട്ടുകറി. അനിയേട്ടപ്പോ വിളമ്പിയത് നമ്മുടെ മസാലക്കറിയാണ്. മസാലക്കറി, പിന്നെ ഉപ്പേരി, പയറ്, സാമ്പാർ വെച്ചാക്കി അതിന് വരുന്ന കൂട്ടുകറി. അതിനാണ് സാമ്പാർ ഇട്ടെന്ന് വെച്ചിരുന്നു. എന്താണ് അവിയലോ? അവിയൽ വയ്ക്കണ്ട് ഭാവി. ഫസ്റ്റ് ഉണ്ടാക്കിയ സാധന അത് ലാസ്റ്റ് ആയി പോയി.
സാമ്പാറൊക്കെ അനീഷ സാമ്പാറൊക്കെ അടിപൊളി. അമ്മ ഇതിന് തുടങ്ങിയില്ലേ? ഭാവിയെ പറഞ്ഞു കൊടുത്തു. അമ്മ ഇതിന് തുടങ്ങിയില്ല? ഇതിന് തുടങ്ങിയില്ലേ? ആ വീട് കുഴപ്പട്ടെ. അപ്പൊ ഞങ്ങൾ ചോറിനാൻ പോവാണ് കേട്ടോ. എല്ലാരും എന്തൊക്കെയാണ് നമ്മുടെ ഓണസദ്യ എന്തൊക്കെ തയ്യാറാക്കിയെന്നൊക്കെ പറയണേ. പിന്നെന്താ പറയാ, എല്ലാവരും കഴിക്കാൻ തുടങ്ങിയോ? നമ്മുടെ വീഡിയോ എന്തായാലും 7 മണിക്കല്ലേ വരുള്ളൂ. അപ്പൊ സമയം 1 മണി ഒന്നേകാലൊക്കെ ആയിട്ടോ. ഇന്നലെ നബിദിനം ആഘോഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെ രസമുണ്ടോ ചോദിച്ചു നോക്കി. രസം പറഞ്ഞാ കുഴപ്പമില്ല. ഭാവിയെ അയ്യത്തൊക്കെ മുത്തശ്ശിയല്ലേ, എന്നെ വല്ലാതെ പറയാൻ പറ്റില്ലേ. അടി എല്ലാവർക്കും തിരുവോണാശംസകള്. ഭക്ഷണം കഴിക്കാണ്. അതെ, നമ്മളെ ചങ്കകൾ വന്നിട്ടുണ്ട് ചോറിന്. അപ്പൊ ഓരോ ചോറിന് കഴിഞ്ഞ ഒരു ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെയുണ്ട്? 10 ഒരേ ടേസ്റ്റാ? 10 ഒരേ ടേസ്റ്റാ? അവിയലും മറ്റേ ഒരു ബുദ്ധിമുട്ടാണ്. എന്റെ പേര് പുളി അത്ര വ്യത്യാസമുള്ളൂ. രസല്ലേ? ഒരു രുചിയാണ്. മധുരന്റെ കോട്ടോ ഉപ്പിന് ഒരു പഞ്ചാരട്ട നല്ല രസമുണ്ട്. ഫുള്ള് സപ്പോർട്ടിന് ഫുള്ള് കാര്യം നാളികേരം പൊളിക്കാനോ ആ ചെറിയ തമർക്കോ അമ്മായിയുടെ അച്ഛമ്മങ്ങള് അറിയാതെ വന്നതാ. ഇവിടെ വന്ന് വാങ്ങലിന്റെ എത്തുമ്പോഴാ കണ്ടത്. ഭയങ്കര സന്തോഷം. രസമുണ്ടോ? രസമില്ലാതെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ രസമുണ്ടോ? പറഞ്ഞോടുക്ക്. സാമ്പാർ വേണ്ട നമുക്ക് വേണ്ടേ? ഞാൻ എന്റെ അവിയലൊക്കെ വന്നിട്ട് ചോറുണ്ടുണ്ട് വേറെ. അപ്പൊ ഇതൊക്കെ ഒന്ന് രസമുണ്ടോ നോക്കാനേ വെച്ചിട്ട് ആ ചെമ്മേന്റെ അവിയലൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. എത്ര ദിവസം നിന്നാലും കേട് വരില്ല. കുഴപ്പമില്ല രസല്ലേ? അടിപൊളി. എല്ലാവരും ഉഷാറായിട്ട് കാര്യം എന്താ ഒരു കാട്ടല് ഒന്നും കഴിച്ചില്ല. വേറെ ഓണത്തിന് അത് ശരിയായി. ചോറിനാ പറയാ പായസം കുടിച്ചില്ലേ? ഒന്നാമതിന് പായസം കുടിച്ചോട്ടോ. ഓർമ്മ വർഷം ഞാൻ വരുന്നുണ്ട്. ഓർമ്മ അതിനിപ്പോ എത്ര അടങ്ങാനൊക്കെ വൈകുന്നേരം വരുന്നത്. സന്ധ്യച്ചി വന്നിട്ടുണ്ട്. സന്ധ്യച്ചി മാത്രമല്ല സ്വാതി, പിന്നെ സിന്ധ്യച്ചിന്റെ മറ്റേ 2 മക്കളും ഉണ്ട്, ജിഷ്ണു വിഷ്ണു. അപ്പൊ സന്ധ്യച്ചിയൊക്കെ ഇപ്പൊ തിരുവോണത്തിന് അമ്മേനെ വന്നു പോവാ. അപ്പൊ രസം കൊടുക്കുന്നുണ്ട്, പായസം കൊടുക്കുന്നുണ്ട്, കൂട്ടുകറി കൊടുക്കുന്നുണ്ട്. പിന്നെ നാളെ ബിരിയാണി ഓർഡർ. ബിരിയാണി നമുക്ക് വിരുന്ന് പറഞ്ഞാല് നാളെ കേട്ടോ. കാര്യമായിട്ട് വിരുന്ന് പറഞ്ഞാല് കൂടുതൽ നേരം അമ്മേനോട് ഒറ്റയായിട്ട് പോകാൻ പറ്റില്ല. കുറച്ചു നേരമൊക്കെ പോലെ നിർബന്ധമാണ് പോകേണ്ടത്. വീട്ടിൽ പോയിരുന്നില്ല? ശരി വീട്ടിൽ പോയിരുന്നു. ഞാൻ പോയിട്ടില്ല. അപ്പോസ് ഞാനോടി പോയി. കുറച്ചു നേരമൊക്കെ ഇരുന്ന് പിന്നെ എന്താ ചോറുണ്ട്. അപ്പോഴേക്കും സന്ധ്യച്ച് വന്നു പറഞ്ഞു സന്ധ്യക്ക് പോകും വേണം. മോള് വന്നിട്ടുണ്ട്. അപ്പോൾ മോള് മരുവന് വന്നപ്പോൾ സന്ധ്യച്ച് തവയെ പോകുക തിരിച്ച്. അപ്പോഴേക്കും ഞാൻ ചോറുണ്ട്. അപ്പം ഞാൻ അവിടെ നിൽക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നമ്മളെ നബിദിന വീഡിയോ ഒരുവിധം ആൾക്കാരടുത്തൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ വിട്ടുതരുന്നുണ്ട്. കൊറേ ആൾക്കാർ കണ്ടു, കൊറേ ആളടുത്ത് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നമുക്ക് ഫോൺ കോൾ കൊണ്ട് നമുക്ക് നിൽക്കാൻ ഒഴിവില്ലാത്ത പോലെയാണ്. ഫോണിലൊരു ഒഴിവില്ല. എല്ലാവരും സന്തോഷമുള്ള എല്ലാവർക്കും എല്ലാവരും മാത്രം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ തോന്നട്ടെ അല്ലേ? എല്ലാവരും സഹായിച്ച് അങ്ങോട്ട്. ഒന്നാമത് നമ്മള് നിങ്ങള് അങ്ങനെയുള്ള വേർതിരിവ്
പുറത്തുള്ള ആൾക്കാർ നമ്മളിവിടെ അതില്ലല്ലോ. അതില്ല ഇവിടെ, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ. പിന്നെ നമ്മളെ അച്ഛൻ്റെ തന്നെ കൊടുത്തു പോയതാണ്. അച്ഛനും അച്ഛമ്മയും കൊടുത്തിരുന്നു. വളരെ സന്തോഷമുണ്ട്, ഹാപ്പിയിലാണ്. കാരണം എല്ലാവരും പ്രാർത്ഥനയും കിട്ടി, നല്ല കമന്റുകൾ. ഷോർട്ടിലൊരു കമന്റ് നമ്മൾ വിജയിക്കില്ല. എല്ലാരും പ്രാർത്ഥനയാണ് വേണ്ടതും അല്ലേ. പിന്നെ ഇപ്പൊ ഒരാളൊക്കെ ഇപ്പൊ എന്തായാലും ഇപ്പൊ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയ പോരെ. ഇത്രയും നമ്മളെ വീടിന്റെ ഉമ്മർത്ത് നല്ലൊരു പ്രാർത്ഥിക്കുന്നു, മറക്കാൻ പറ്റൂല. അന്നിപ്പോ എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റൂലേ ആ സന്തോഷം. ഇപ്പൊ എങ്ങനെ അത് പ്രത്യേക സന്തോഷമാണ് അല്ലേ. ആ സമയത്തെ ആ മുട്ടായി എടുക്കുന്ന നോട്ടുമാല കിട്ടുന്ന പ്രത്യേക സന്തോഷമാണ് ജാഥയൊക്കെ വരുമ്പോഴേ. അറിയിക്കാൻ പറ്റില്ല. അമ്മേനെ കൊണ്ട് ഇടാൻ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതിയില്ല, കരുതാത്തതാണ് നടന്നത്. ഉസ്താദ് അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് അമ്മയാണ് ഇട്ട് കൊടുക്കുന്ന മാല പറഞ്ഞിട്ട്. അപ്പൊ അമ്മയ്ക്ക് വയ്യാത്തരണം അമ്മ അകത്ത് നിന്നോട്ടെ എന്ന് വിചാരിച്ച. പിന്നെ അമ്മേനെ വിളിച്ചപ്പോ അമ്മ ചെന്നിട്ട് ഇട്ടു. അപ്പൊ അതെ അപ്പൊ അമ്മയ്ക്ക് നേരിട്ട് ഉസ്താദിന്റെ പ്രാർത്ഥനയും അവിടെ കൂടി എല്ലാരും പ്രാർത്ഥനയും കിട്ടി അല്ലേ. അതൊരു ഞാൻ സ്റ്റാറ്റസ് നോക്കിയതാണ്. എല്ലാവരും ആൾക്കാർ മീഡിയയിൽ കൂടെ എല്ലാവരും ഇടുന്നുണ്ട്. അതിലെല്ലാവരും പ്രാർത്ഥിക്കുന്നത് കണ്ടു. നല്ല കമന്റാണ് എല്ലാവരും. വളരെ സന്തോഷം. നമ്മൾ ഓണവിശേഷം ഇനി വരാം. നാളെ കുറച്ച് ദിവസമായിട്ട് ഓണവിശേഷം തന്നെ. കുട്ടികളെ ഒന്ന് കാണാം. നമ്മള് വിഷ്ണു എവിടെ എല്ലാവരും ഉണ്ട്. ക്യാമറ ഓരോരുത്തർ നീക്കണേ, ഓരോരുത്തർ ഇരിക്കണേ. വിഷ്ണു അറിയും, സിന്ധേച്ചിന്റെ ഇളയ മോനെ വിഷ്ണു, മൂത്ത മോന് ജിഷ്ണു, മാമന്റെ പോലുള്ള മോനില്ലേ സന്തോഷ്, മാമന്റെ പോലുള്ള ഇതിന്റെ മോന്. മറ്റന്നാ പോവും. ഇനിയിപ്പോ അപ്പുട്ടേന്റെ സിന്ധേച്ചിനൊക്കെ കാണാം. നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ അവിടെ ഓണം ഉണ്ട്, പറ്റിയെങ്കിലും പോകണം. അമ്മേനായിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഒരു ഉറപ്പില്ലാത്തത്. അപ്പം അമ്മ ഉള്ളിലുണ്ട്, ആരാശം അവിടെ ഉള്ളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഓണവിശേഷമൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.